ഹായ് ഹലോ, നിങ്ങൾക്കെല്ലാം ഉച്ചക്കലത്തേക്ക് ലഞ്ചിന് എന്തായിരുന്നു? എനിക്ക് ഇന്ന് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെട്ടിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിനെ ക്ലീൻ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അതിനെ ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ പകുതി വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ പകുതി എടുത്ത് പീര വറ്റിക്കാൻ വേണ്ടി നാളത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വരഞ്ഞെടുക്കുക വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. ചെറിയ മത്തിയല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വറക്കാൻ വേണ്ടി അരപ്പിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം കൂടി ഊറ്റി മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മീനിലേക്ക് അത് അരപ്പെല്ലാം കൂടെ തിരുമ്പി പിടിപ്പിച്ച് അതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുളിച്ചാറ് വെക്കാൻ വേണ്ടി തക്കാളി പുളിച്ചാറാക്കാമെന്ന് ഓർത്തതിന് വേണ്ടി തക്കാളി അരിഞ്ഞെടുത്ത് ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ കൂടെ തന്നെ ഞാൻ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടി ചെറുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും ഉള്ളി അധികം ഇടും കേട്ടോ. ഉള്ളി എനിക്കൊരു വീക്ക്നെസ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ അടുപ്പിലേക്ക് ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും തക്കാളി പുളിച്ചാറിന് വേണ്ടി തക്കാളിയും ചെറുള്ളിയും ഇട്ട് നല്ല രീതിയിൽ മൂപ്പിക്കുന്നുണ്ട്. അത് വഴറ്റാൻ വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചട്ടി വെച്ച് എണ്ണ ഊറ്റി അതിലേക്ക് കടുകും വെളുത്തുള്ളിയും ചെറുപുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചതച്ചും കൂടെ ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പച്ചവണം മാറുവോളം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് പയറ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. അതവിടെ ഇരുന്ന് വെള്ളം വറ്റിയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെള്ളം വറ്റി പയറ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുപ്പിലേക്ക് തന്നെ എണ്ണ ഊറ്റി ഞാൻ മത്തി വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പുളിച്ചാറിൻ്റെ ഇത് നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ പച്ചവണം മാറുവോളം മൂക്ക വറുത്തിട്ട് അതിലേക്ക് വെള്ളം നന്നായി തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഊറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് പരിവേഷം ദാഹമൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഓറഞ്ചിനെ പൊളിച്ച് തന്നെയാണ്. പിന്നെ കിച്ചണെല്ലാം നല്ല രീതി വൃത്തിയാക്കി അപ്പോഴേക്കും നോക്കിയപ്പോൾ ഒരു ചുമട് പാത്രം ഇവിടുന്ന് വന്നാന്ന് എനിക്കറിയത്തില്ല, എന്ത് ചെയ്തിട്ടാണെന്നും അറിയത്തില്ല. അതിനെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതും വഴി വടിച്ച് ഞാൻ ഉച്ചക്കലത്തേക്ക് കിച്ചണോട് ടാറ്റ പറഞ്ഞു.